വയനാട് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമൊക്കെ എത്രയോ മനുഷ്യന്മാരാണ് മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നത്. എത്രയോ മനുഷ്യന്മാരാണ് മരണത്തിന് കീഴടങ്ങിപ്പോയത്. എത്രയോ കുടുംബത്തിന്റെ സ്വത്തുക്കൾ, സമ്പാദ്യങ്ങൾ, ജീവിതത്തിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ എല്ലാ വീടുകൾ, സൗധങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം മണ്ണിലേക്ക് ആയിന്നുപോയി. റബ്ബേ, ഒറ്റ രാത്രി കൊണ്ടാണ് നിന്റെ പരീക്ഷണം അവിടെ താണ്ഡവമാടിയെത്തിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ മരണപ്പെട്ടു പോയി. ശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ തല വേർപ്പെട്ടവര്, കൈ വേർപ്പെട്ടവര്, കാല് വേർപ്പെട്ടവര്, എത്രയോ മയ്യത്തുകളാണ് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത്. എത്രയോ കുടുംബങ്ങളെയാണ് സന്നദ്ധ സേവകന്മാർ രക്ഷപ്പെടുത്തിയത്. ജീവന്റെ ശ്വാസം നിലനിർത്താൻ ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ കുഞ്ഞുമക്കള് എത്രയോ കഷ്ടപ്പെട്ടുണ്ടാകും. പക്ഷേ ആ വലിയ വെള്ളപ്പാച്ചിൽ, ശക്തമായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് കുടുംബങ്ങള് മൺമറഞ്ഞു പോയി. റബ്ബേ, ഉറ്റവർ നഷ്ടപ്പെട്ടവര്, ഉടയവർ നഷ്ടപ്പെട്ടവര്, എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, ഇനിയും ഒരു പരീക്ഷണങ്ങൾ താങ്ങാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല. റബ്ബേ, വയനാട് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമൊക്കെ മരണപ്പെട്ടു പോയ സർവ്വ കുടുംബങ്ങൾക്കും ഞങ്ങളെ സഹോദര സഹോദരിമാർക്കും നീ ശുഹദാഇന്റെ പ്രതിഫലം നൽകണേ നാഥാ. അവർ അനുഭവിച്ച വേദനകൾക്ക് പകരമായി സ്വർഗത്തിൽ വലിയ മണിമാളിയ നൽകി അവരെ നീ ആദരിക്കണേ റബ്ബേ. ഷഹീദിന്റെ വലിയ പ്രതിഫലം അവർക്ക് നൽകണമല്ലാ. ഇനിയും കാണാമറയത്ത് എവിടെയൊക്കെയോ തങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ സന്നദ്ധ സേവകന്മാര്, ഇന്ത്യന്റെ മിലിറ്ററിയും അതുപോലെ തന്നെ കേരള പോലീസും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം എല്ലാ ജാതിയും മതവും വർഗവും വർണ്ണവും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം മറന്നുകൊണ്ട് ശക്തമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെല്ലാം ഇവിടെയെല്ലാം മറഞ്ഞു കിടക്കുന്നുണ്ടോ അവരെയെല്ലാം രക്ഷാ കവാടത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ഗുരുതരമായ പരിക്കേറ്റവര്, ICUവിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവര്, അല്ലാഹുവേ എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ശിഫ നൽകണേ അല്ലാ. നഷ്ടപ്പെട്ട ആരോഗ്യം അവർക്ക് തിരിച്ചു കൊടുക്കണം റബ്ബേ. ഉറ്റവർ നഷ്ടപ്പെട്ട ആഘാതത്താൽ മനസ്സ് വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്, അത് താങ്ങാനുള്ള മനക്കരുത്ത് നൽകണേ അല്ലോ. ആ വിഷമങ്ങളെ സഹിക്കാനുള്ള ഹിമ്മത്ത്, ക്ഷമ അവർക്ക് നീ നിറച്ച് നൽകണേ അല്ലോ. വീട് നഷ്ടപ്പെട്ടവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പകരം വലിയ സഹായം നീ വർഷിപ്പിക്കണേ നാഥാ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എല്ലാം മറന്ന് അവിടെ സേവനം ചെയ്യുന്ന എല്ലാവർക്കും നീ ശക്തി നൽകണമല്ലാ, ഹിമ്മത്ത് നൽകണമല്ലാ. എല്ലാ ജീവനുകളും രക്ഷപ്പെടുത്താൻ അവർക്ക് നീ കരുത്തും കെൽപ്പും നൽകണേ നാഥാ. ചൂരൽമലയിലും മുണ്ടക്കയത്തും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ധാരാളം ഉൾപ്പെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നീ സമാധാനവും സമാശ്വാസവും നൽകണേ അല്ലാ. ഇനി ഒരടിയാർക്കും ഇങ്ങനത്തെ ഒരു പരീക്ഷണം നീ നൽകരുതേ റബ്ബേ. പാടത്ത് താമസിക്കുന്നവരുണ്ട്, അതുപോലെ മലഞ്ചേരിൽ താമസിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം വന്നാൽ താങ്ങാൻ ആർക്കും കഴിയില്ല. നിസ്സഹായനാണ് മനുഷ്യൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. നീ ഞങ്ങളെ നാട്ടിലുള്ള ആരെങ്കിലും ചെയ്യുന്ന തിന്മ കാരണം ഇനിയും ഒരു ദുരന്തം, ഒരു ദുരിതം, ഒരു ക്ഷോഭം, ഒരു പ്രളയം ഞങ്ങൾക്ക് നൽകരുതേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.